ശബരിമല മാളികപ്പുറത്തമ്മയ്ക്ക് സമർപ്പിച്ച തങ്കി അങ്കി കാണാനില്ല എന്ന് വാർത്ത വരുന്നുണ്ട്. ശബരിമലയിലെ തീവെട്ടിക്കൊള്ളയെല്ലാം നമുക്കറിയാം. ഇപ്പം പുതിയ വാർത്ത 2.5 കിലോ തങ്കത്തിൽ തീർത്ത മാളികപ്പുറത്ത് അമ്മയ്ക്ക് ചാർത്താനുള്ള തങ്ക അങ്കിയുടെ കാര്യമാണ്. ഇത് 4 വർഷം മുമ്പ് കരുവാറ്റ പാലാഴിയിലെ സുരേഷ് കുമാറും ഭാര്യ രമണിയും കൊടുത്തതാണ്. രണ്ടുപേരും അമേരിക്കയിലാണ്. അവർക്ക് നല്ല സാമ്പത്തികമുള്ളവരാണ്. നാട്ടിലെ വന്ന് കരുവാറ്റയിലൊക്കെ അറിയാം. നമുക്ക് ആലപ്പുഴ ജില്ലയിലെ കുത്തിയോട്ട മത്സരത്തിന് വഴിപാട് നേരും മിക്കവാറും ഉള്ളവർ. ഏതായാലും 9ാമത്തെ പ്രാവശ്യമാണ് കുത്തിയോട്ട വഴിപാടിന് അവർ വന്നത്. ഇപ്പോൾ വന്നപ്പോഴാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെപ്പറ്റി അവരറിയുന്നത്. അപ്പോഴാണ് അവര് മാളികപ്പുറത്തമ്മയ്ക്ക് സമർപ്പിച്ച 2.5 കിലോ തങ്കത്തിൽ തീർത്ത ആ അങ്കി എവിടെയെന്നുള്ള ചോദ്യം വന്നത്. അവര് ഇപ്പോഴത്തെ റെജിലാൽ രാമേന്ദ്രൻ എന്ന തിരുവാഭരണ കമ്മീഷണറടുത്ത് ചോദിച്ചു, ആ തങ്ക അങ്കി എവിടെ? അപ്പൊ അദ്ദേഹം പറയുന്നത് അതിന്റെ രസീത് ഹാജരാക്കിയെങ്കിൽ മാത്രമേ അത് എവിടെ ഉണ്ടെന്ന് പറയാൻ ഒക്കുള്ളൂ എന്ന് പറഞ്ഞു. ഏതായാലും അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ജന്മഭൂമി ലേഖകൻ ഉൾപ്പെടെയുള്ളവരൊക്കെ ചോദിച്ചപ്പം പലരും രസീത് വാങ്ങാതെയാണ് പോകുന്നതെന്നും പല ആഭരണങ്ങളും പല അങ്കികളും അല്ലെങ്കിൽ പല ശബരിമലയ്ക്ക് പല വഴിപാടായിട്ട് സമർപ്പിക്കുന്നതിനൊക്കെ പലരും രസീത് വാങ്ങത്തേ ഇല്ല, അവർ തന്നിട്ടങ്ങ് പോകും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അത് അവർ രസീത് വാങ്ങിച്ചാലും വാങ്ങിച്ചില്ലെങ്കിലും ശരി, സാധനം കൈപ്പറ്റിയെന്നുള്ളൊരു രസീത് എഴുതി ദേവസ്വം ബോർഡിൻ്റെ അവിടുത്തെ കേന്ദ്ര ഓഫീസിൽ തന്നെ അന്നത് ഫയൽ ചെയ്യുന്നതായിരിക്കും ഉചിതം. അല്ലെങ്കിൽ തട്ടിപ്പും വെട്ടിപ്പും ഇതുപോലെ നടക്കും. ഈ തങ്ക അങ്കി ഇപ്പൊ എവിടെ എന്നുള്ള ചോദ്യത്തിന് മിക്കവാറും അത് കാണും. അത് ശബരിമലയിലെ ജന്മഭൂമി ലേഖകന്റെ ചോദ്യത്തിൽ നിന്നാണ് അത് മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. തങ്ക അങ്കി പത്തനംതിട്ട അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്രയായിട്ട് എത്തിച്ചതാണ് ഈ തങ്ക അങ്കി. അത് ആറന്മുള സന്നിധാന സ്ട്രോങ് റൂമുണ്ട്, അവിടെ കണ്ടേക്കും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ബോർഡ് അധികൃതരും തന്ത്രിയും ചേർന്നാണ് യഥാർത്ഥത്തിൽ ഇത് സമർപ്പിച്ചപ്പോൾ ഈ 2.5 കിലോയുടെ ആ തങ്ക അങ്കി സ്വീകരിച്ചത്. അത് പത്തനംതിട്ട അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്രയായിട്ടാണ് അന്ന് കൊണ്ടുവന്നത്. കാരണം അത് വിലപിടിപ്പുള്ള വസ്തുവാണ്. അത് ഏകദേശം 2.5 കിലോ തങ്കം, അത് 3,88,8 ലക്ഷം രൂപ വില വരുന്നത്. അത് തമിഴ്നാട്ടിലുള്ള GRO എന്ന ഒരു കമ്പനിയാണ് ആ തങ്ക അങ്കി പണിത് തന്നത്. 22 ദിവസം എടുത്തത് തങ്ക അങ്കി പണിയാൻ. 2.5 കിലോ തങ്കം, ഒറിജിനൽ തങ്കം കൊടുക്കുകയും ചെയ്തു. അത് മാളികപ്പുറത്ത് അമ്മയ്ക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത്. അത് നട തുറക്കം, മാളികപ്പുറത്ത് അമ്മയുടെ അവിടെ നട തുറക്കുമ്പം ചാർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ അങ്കി. അതിനു മുമ്പ് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ, അവിടെ അങ്ങനെ ചാർത്തുന്നുണ്ടോ ഒന്നും അറിയില്ല. ഇദ്ദേഹം ആ മാളികപ്പുറത്ത് അമ്മയ്ക്ക് ആണ് ഈ തങ്ക അങ്കി കൊടുത്തത്. അത് ചിലപ്പോൾ പത്തനംതിട്ടയിലെ പന്തളത്തെ അവിടുത്തെ സ്ട്രോങ് മുറിയിൽ കാണാം, അവിടെ ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്. നട തുറക്കുമ്പോൾ മാത്രമേ ഇത് അണിയുള്ളൂ. ഈ തങ്ക അങ്കി സമർപ്പിച്ച് അങ്ങനെയാണ്. എന്നിട്ട് അത് കഴിഞ്ഞാൽ നടയടയ്ക്കുമ്പോൾ തങ്ക അങ്കി നേരെ പന്തളത്തില് അവിടുത്തെ സന്നിധാനത്തിന്റെ സ്ട്രോങ് മുറിയിലേക്ക് പോകും എന്നാണ് പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന്, ഈ സാധനം അവിടെ ഉണ്ടോ അതോ ആരെങ്കിലും അടിച്ചു മാറ്റിയോ? കാരണം സ്വർണം കണ്ടാല് മലയാളികളായ ഏത് ഭക്തനായാലും ശരി അപ്പോൾ അടിച്ചുകൊണ്ടൊക്കെ പോകുന്ന സ്വഭാവം ഉള്ളത് കൊണ്ട് ഇത് സന്നിധാനം സ്ട്രോങ് മുറി ഉണ്ട് ആറന്മുളയിൽ, അവിടെ ഉണ്ടോ എന്ന് ആദ്യമായിട്ട് പരിശോധിക്കണം. കാരണം 2.5 കിലോ പൊന്നിൽ തീർത്ത കാര്യങ്ങളാണ്. അപ്പൊ അത് ഫിസിക്കലായിട്ട് വരും. കംപ്ലൈന്റ് വന്നു കഴിഞ്ഞു. ഇദ്ദേഹം നേരത്തെ ചില തങ്ക പാത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ശബരിമല സ്വർണത്തിന്റെ. അത് സമർപ്പിച്ചത് എന്തെങ്കിലും തട്ടിപ്പ് നടക്കുമെന്ന് പേടിച്ചിട്ട് അദ്ദേഹം അത് ഇൻഷുറൂടെ ചെയ്തിട്ടാണ് പോയത്. അപ്പൊ ഇത് ഇൻഷുർ ചെയ്തിട്ടില്ല. ഇനി രസീത് പുള്ളിയുടെ കൈവശം ഇല്ല എന്നുള്ളതാണ് ഇപ്പം വരുന്ന വാർത്തകൾ. എങ്കിൽ പിന്നെ ഇത് അടിച്ചു മാറ്റിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു.
എന്തായാലും സുരേഷും ഭാര്യയും ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വന്നപ്പോഴാണ് ഈ സ്വർണ്ണക്കൊള്ള അറിയുന്നതും അന്നേരമാണ് തങ്ങൾ സമർപ്പിച്ച ആ മാളികപ്പുറത്തമ്മയുടെ തങ്കയങ്കിയെപ്പറ്റി അവർ അറിയുന്നതും ബോധവാന്മാരാകുന്നത്. കാരണം 3,88,00,000 രൂപ വിലയുള്ള സാധനം ആണ്. അവർ നല്ല പണക്കാരും അമേരിക്കയിലും ഒക്കെ ആയതുകൊണ്ട് നമ്മളെപ്പോലെ അല്ല അവർ ചിന്തിക്കുന്നത്. ശബരിമലയിൽ കൊടുത്ത സാധനം അവിടെ തന്നെ ഉണ്ടാവും, മാളികപ്പുറത്തമ്മയെ ചാർത്തിയതാണ്, അത് നട അടയ്ക്കുമ്പം സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും എന്നൊക്കെയാണ് അതുങ്ങൾ കരുതുന്നത്. ഏതെല്ലാം ഇപ്പം വന്ന് ചോദിച്ചപ്പോൾ അതേ അഴുവഴമ്പൻ ഒരു മറുപടിയാണ് കിട്ടിയത്. അതുകൊണ്ട് അവർ കോടതിയിലേക്ക് പോകും എന്ന് കരുതുന്നു. ഏതായാലും ഇത് ഒരു ചെറിയൊരു മാലയല്ലല്ലോ. അതുകൊണ്ട് റെജിലാൽ രാമേന്ദ്രൻ അത് തിരുവനന്തപുരം കമ്മീഷണർ, ഇപ്പോഴത്തെ തിരുവാഭരണ കമ്മീഷണർ പറഞ്ഞത് ഉണ്ടെങ്കിൽ അത് വെരിഫൈ ചെയ്ത് എത്രയും പെട്ടെന്ന് ആ വിവരങ്ങൾ വെളിയിൽ അറിയിക്കുന്നില്ല നല്ലത്. ഏതായാലും സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് ദീപാങ്കർ ദത്തയുടെയും സതീഷ് ചന്ദ്ര വർമ്മയുടെ ബെഞ്ചില് ജാമ്യത്തിന് പോയിരുന്നു നമ്മുടെ പങ്കജ് ഭണ്ഡാരി. ആ സമയത്ത് സുപ്രീം കോടതിയിലെ ജഡ്ജസ് ഒരു കമന്റ് പറഞ്ഞു. അവിടെ ശബരിമല അയ്യപ്പന്റെ അവിടെ എന്തെങ്കിലും മിച്ചമുണ്ടോ എന്നാണ് ചോദിച്ചത്. കാരണം അതിന്റെ അർത്ഥം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അവിടുത്തെ മുഴുവൻ സാധനങ്ങളും തട്ടിക്കൊണ്ടുപോയി എന്ന് സുപ്രീം കോടതി വരെയുള്ള ജഡ്ജസിന് അറിയാം. പക്ഷേ അതിനെ സംബന്ധിക്കുന്ന കേസുകൾ കേരളത്തിൽ എടുക്കുകയും അവരെ പ്രോസിക്യൂട്ടുകയും ചെയ്ത് ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്. പക്ഷെ ഗവൺമെന്റിന്റെ അടുത്ത ആൾക്കാരാണ് ഇത് മോഷ്ടിച്ചത് കൊണ്ട് അന്വേഷണം അത്ര മികവുറ്റ രീതിയിൽ പോകുന്നില്ല എന്നാണ് കരുതുന്നത്. ഈ തങ്കയങ്കിക്ക് ഒരു പ്രത്യേക കേസ് സുരേഷ് ഹൈക്കോടതിയിൽ പോകുന്നതിന് മുമ്പ് അവിടെ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലെ ഒരു പരാതി കൊടുക്കുന്നതായിരിക്കും നല്ലത്. പോലീസ് അത് വെരിഫൈ ചെയ്യട്ടെ, അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പം തിരുവാഭരണ കമ്മീഷണർ അത് പറയണം, ആ സാധനം അവിടെ ഉണ്ട്. ഇല്ലെങ്കിൽ പന്തളത്ത് പോയി ഇയാളെ വിളിച്ചുകൊണ്ട് പോയി പോലീസ് വെരിഫൈ ചെയ്യും. അങ്ങനെ സാധനം ഇല്ലെങ്കിൽ തന്നെ ഹൈക്കോടതിയിലേക്ക് പോകാം. ഇതൊരു മോഷണ കേസും എടുത്ത് പോലീസ് മുന്നോട്ട് പോകുന്നതായിരിക്കും ഉചിതം. കാരണം തിരുവാഭരണം നമുക്കറിയാം, അങ്കി എത്രണ്ണം ഉണ്ട് ശബരിമലയിൽ, അല്ലെങ്കിൽ എത്രണ്ണം അണിയിക്കാറുണ്ട് സാധാരണഗതി. മാളികപ്പുറത്തെ അമ്മയ്ക്ക് എത്ര തിരുവാഭരണം ഇത്രയും വർഷം കൊണ്ട് ലഭിച്ചിട്ടുണ്ട്, ചെറുതും വലുതും ഒക്കെ കാണും. കാരണം ഭക്തജനം അതുപോലെ അന്ധമായിട്ട് ദൈവത്തെ വിശ്വസിച്ച് അവിടെ വന്ന് ചാർത്തുന്നതാണ്. അവരുടെ ഭക്തിയുടെ നിറവിലാണ് അവരിതെല്ലാം ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊടുക്കുന്നത്. അത് ഇയാളുടെ മാത്രം, ഈ സുരേഷയും ഭാര്യ രമണിയും കൊടുത്തത് മാത്രം 2.5 കിലോ തങ്കത്തിലാണ്. അപ്പം ആ രീതിയിൽ ചെറിയ ധാരാളം ആഭരണങ്ങൾ ഈ മാളികപ്പുറത്ത് അമ്മയ്ക്ക് സമർപ്പിക്കാൻ, അണിയിക്കാൻ വേണ്ടി ഭക്തർ കൊടുത്തിട്ടുണ്ടാവും. അതിന് എത്ര എണ്ണത്തിന് രസീതുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. ഏതായാലും ശബരിമല കൊള്ള വിളി വന്നപ്പം ഇതുപോലെ സമർപ്പിച്ചുള്ളവരെല്ലാം അത് വെരിഫൈ ചെയ്യണം, അത് രംഗത്ത് വരണമെന്നൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുമായിരുന്നു. ഏതായാലും അത് എന്തായാലും ഇപ്പോൾ ഒരെണ്ണമെങ്കിലും വെളി വന്ന് വലിയ ഭാഗ്യമായി. ധാരാളം സ്വർണം അണിഞ്ഞതോ അല്ലെ സ്വർണം കൊണ്ട് പൂശിയതോ അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ശബരിമലയിൽ കൊടുത്തിട്ട് രസീത് വാങ്ങാതെ ധാരാളം പേരുണ്ട്. പക്ഷെ അവിടെ ഇരിക്കുന്ന കള്ളന്മാരെല്ലാം ഇത് അടിച്ചു മാറ്റുകയാണ്. അതിന് പകരം അവിടെ എന്ത് സാധനം ഇങ്ങനെ വന്നാലും ശരി, അവർ രസീത് വാങ്ങാതെ പോയാലും ശരി, അത് കൃത്യമായി ശബരിമല ആ സീസണിൽ ആള് മാറി മാറി ഡ്യൂട്ടിക്കിരുന്ന് അവിടെ എറിയുന്നത്, സമർപ്പിക്കുന്ന സാധനങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കി നോട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം സ്വത്തുക്കൾ അടിച്ചു മാറ്റാൻ അവിടെ ഇഷ്ടം പോലെ ആൾക്കാർ നിൽക്കുകയാണ്, വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇതിനെ സംബന്ധിക്കുന്ന ഒരു കേസ് ലോക്കൽ പോലീസ് എടുക്കണം. സുരേഷ് ലോക്കൽ പോലീസ് ഒരു പരാതി കൊടുക്കണം. അതിനു മുമ്പ് പോലീസ് വന്നു കഴിയുമ്പം തിരുവാഭരണത്തിന്റെ ഇപ്പോഴത്തെ ചാർജുകൾ ഉദ്യോഗസ്ഥനായിട്ട് അത് വെരിഫൈ ചെയ്ത് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കും. ഇല്ലെന്ന് നമുക്ക് കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്.